നമസ്കാരം. കുവൈത്ത് ദുരന്തത്തിൽ നിരവധി മലയാളികൾ മരണപ്പെട്ട സാഹചര്യത്തിൽ ലോക കേരള സഭ മാറ്റിവെക്കണമെന്ന ആവശ്യം മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെ വിവിധ കോണുകളിൽ നിന്നായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഈ ധൂർത്ത് പാടില്ല എന്നതാണ് പലരുടെയും അഭിപ്രായം. എന്നാൽ ഇതൊന്നും തന്നെ മൈൻഡ് ചെയ്യാതെ, ഇതിനോടൊന്നും തന്നെ പ്രതികരിക്കാതെ ഒഴിഞ്ഞു മാറി നടക്കുകയാണ് മുഖ്യമന്ത്രി. എന്നാൽ ഇപ്പോഴിതാ കുവൈത്ത് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ നോർക്ക വൈസ് ചെയർമാനും ലുലു ഗ്രൂപ്പ് ചെയർമാനുമായ പ്രവാസി വ്യവസായി MA യൂസഫ് അലി ലോക കേരള സഭയിൽ പങ്കെടുക്കുന്നില്ല എന്ന് അറിയിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്യുകയാണ് മലയാളികൾ. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ദുരന്തം തന്നെയാണ് കുവൈത്ത് അഗ്നിബാധയിൽ ഉണ്ടായത്. മരിച്ച 49 പേരിൽ 24 പേർ മലയാളികളാണ്. അവരുൾപ്പെടെ 46 ഇന്ത്യക്കാരുണ്ട്. പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നവരിൽ ഭൂരിഭാഗവും ഇന്ത്യക്കാരാണ്. ഈ പശ്ചാത്തലത്തിൽ അവർക്ക് ആവശ്യമായ സഹായവും പിന്തുണയും ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് തന്റെ യാത്ര വേണ്ട എന്ന് വെക്കുന്നത് എന്ന് ലുലു ഗ്രൂപ്പ് അറിയിച്ചു. മരിച്ചവരുടെ കുടുംബത്തിന് 5 ലക്ഷം രൂപ വീതം ധനസഹായം നോർക്ക മുഖേന നൽകുമെന്നും കഴിഞ്ഞ ദിവസം ലുലു ഗ്രൂപ്പ് അറിയിക്കുകയുണ്ടായി. MA യൂസഫ് അലിക്ക് പുറമെ രവി പിള്ള, ആസാദ് മൂപ്പൻ എന്നിവരും ലോക കേരള സഭയിൽ പങ്കെടുക്കുന്നില്ല എന്ന് അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ. അതേസമയം ലോക കേരള സഭ നടത്തുന്നത് കൊണ്ട് പ്രവാസികൾക്ക് എന്ത് പ്രയോജനമാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത് എന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്നു. ലക്ഷങ്ങൾ ചിലവാക്കി ലോക കേരള സഭ നടത്തുന്നതിനു പകരം ദുരന്തത്തിൽ ഇരയായവരുടെ കുടുംബങ്ങൾക്ക് തുക കൈമാറാൻ LDF സർക്കാർ തയ്യാറാകണമെന്നും സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. മലയാളികളടക്കം നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ ലോക കേരള സഭ നടത്തരുത് എന്ന ആവശ്യവും വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നിരുന്നു. എങ്കിലും ചടങ്ങ് നടത്താൻ തന്നെയാണ് പിണറായി സർക്കാരിന്റെ തീരുമാനം. നിയമസഭാ മന്ദിരത്തിലെ R ശങ്കരനാരായണൻ തമ്പി ഹാളിൽ ലോക കേരള സഭ നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആഘോഷ പരിപാടികൾ ഒഴിവാക്കിക്കൊണ്ടാണ് ലോക കേരള സഭ നടക്കുന്നത്. അതേസമയം ലോക കേരള സഭയിൽ വെച്ച് കുവൈറ്റിലെ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് 2 ലക്ഷം രൂപ വീതം ധനസഹായം നൽകുമെന്ന് ABN ഗ്രൂപ്പ് ചെയർമാൻ JK മേനോൻ അറിയിച്ചു. കൂടാതെ അവരുടെ ആശ്രിതർക്ക് ABN ഗ്രൂപ്പിന് കീഴിലുള്ള സ്ഥാപനങ്ങളിൽ ജോലി നൽകുമെന്നും JK മേനോൻ പറഞ്ഞു. നോർക്ക റൂട്ട്സ് വഴിയാണ് ധനസഹായം നൽകുക. ദുരന്തത്തിൽ പൊലിഞ്ഞുപോയ ജീവിതങ്ങളെ ഓർത്ത് ഹൃദയം വേദനിക്കുന്നുണ്ട്. നഷ്ടപ്പെട്ടു പോയവരെ ഓർത്ത് ഓരോ കുടുംബത്തിലും തോരാത്ത കണ്ണുനീർ പെയ്താണ്. നമ്മുടെ സഹോദരങ്ങളാണവർ. ആ കുടുംബങ്ങളെ ചേർത്ത് പിടിക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നുവെന്നും ABN ഗ്രൂപ്പ് ചെയർമാനും നോർക്ക ഡയറക്ടറുമായ JK മേനോൻ പറഞ്ഞു. അതേസമയം അപകടത്തിൽ പ്രതികരണവുമായി ദുരന്തത്തിനിരയായവരുടെ കമ്പനിയായ NBTC ഗ്രൂപ്പിന്റെ മാനേജിംഗ് ഡയറക്ടർ KG എബ്രഹാം കൊച്ചിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്രതികരിക്കുകയുണ്ടായി. വളരെ വൈകാരികമായി തന്നെയാണ് അദ്ദേഹം പ്രതികരിച്ചത്. ദൗർഭാഗ്യകരമായ സംഭവമാണ് നടന്നത് എന്നും തങ്ങളുടെ ഭാഗത്ത് തെറ്റില്ല എന്നും എന്നാൽ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു മാറില്ല എന്നും അദ്ദേഹം പറഞ്ഞു. അപകടമുണ്ടായ കെട്ടിടം തങ്ങൾ ലീസിനെടുത്തതാണ് എന്ന് KG എബ്രഹാം പ്രതികരിച്ചു. ജീവനക്കാർ മുറിക്കുള്ളിൽ ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ല. അവർക്ക് ഭക്ഷണത്തിനായി കെട്ടിടത്തിൽ തന്നെ മെസ്സ് പ്രവർത്തിക്കുന്നുണ്ട്. ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചു എന്നത് ശരിയല്ല. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണം. അപകടം നടന്ന സമയത്ത് 80 പേരിൽ കൂടുതൽ അവിടെ ഉണ്ടായിരുന്നില്ല. സെക്യൂരിറ്റി ക്യാബിനിൽ നിന്നാണ് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായത്. അപകടമുണ്ടായ അപ്പാർട്ട്മെന്റിൽ അനുവദനീയമായതിൽ കൂടുതൽ ആളുകളെ പാർപ്പിച്ചിരുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു. അന്വേഷണത്തിന്റെ ഭാഗമായി തന്നോട് അവിടേക്ക് എത്താൻ ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല. മരിച്ചവർക്ക് 8 ലക്ഷം രൂപയും 4 വർഷത്തെ ശമ്പളത്തിന് തുല്യമായ തുക ഇൻഷുറൻസായും നൽകും. ചികിത്സയിൽ കഴിയുന്ന 40 പേരുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നും KG എബ്രഹാം അറിയിച്ചു. അസാധ്യമെന്ന് കരുതുന്നത് ഇനി സാധ്യമാകും. ഹാട്രിയിലൂടെ ഹാട്രി ഹെയർ ട്രാൻസ്പ്ലാന്റ് ആൻഡ് PRP ക്ലിനിക്.